സന്നിധി തന്നിൽ നായക എന്നും. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല ദിവസത്തിനായി നന്ദിയോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരെയും കർത്താവിൻ്റെ നിസ്തുല്യ സ്നേഹത്തിലെ പ്രഭാത ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ധ്യാനിക്കേണ്ടത് തിരിച്ചുവരവ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. വെളിപാട് പുസ്തകം 13-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയപ്പെടുന്നത്, അതിൻ്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് പോർത്തുപോയി. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. അമേരിക്കൻ ഐക്യനാടുകളുടേതായ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നതായ ഒരു കളിയാണ് നാഷണൽ ഫുട്ബോൾ ലീഗ് എന്ന്. 1979 മുതൽ 1922 വരെ സാൻ ഫ്രാൻസിസ്കോ 90സിൻ്റെ ക്വാർട്ടർബാക്കായി കളിച്ചതായ ശക്തനായിരുന്നതായ ഒരു ഫുട്ബോൾ പ്ലെയറാണ് ജോ മോണ്ടാന. അദ്ദേഹം പിന്നിൽ നിന്നും കളിയെ നിയന്ത്രിച്ച് മുൻപോട്ട് പരിപാലിക്കുന്നൊപ്പം കളിയുടെ 4-ാം പകുതിയിൽ അദ്ദേഹം മുൻപിൽ വന്ന് ടീമിനെ വിജയിപ്പിക്കുന്നതായി കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ദി കംബാക്ക് കിഡ് എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. 1798 ഫ്രഞ്ച് ജേതാവായ നെപ്പോളിയൻ ബോണപ്പാർട്ട് തൻ്റെ ജനറൽ ആയിരുന്ന ലൂയിസ് അലക്സാണ്ടർ ബർത്തമായർ വത്തിക്കാനിലേക്ക് യുദ്ധ സാഹചര്യമായിരിക്കുന്ന അനുഭവത്തിൽ മുൻപോട്ട് നീങ്ങപ്പെടുകയും അന്നത്തെ പോപ്പിനെ കീഴ്പ്പെടുത്തി ജയിലിലടക്കുകയും ചെയ്തതായി കാണാൻ സാധിക്കുന്നു. എന്നിരുന്നാലും കാലാന്തരത്തിൽ പോപ്പ് ജയിൽ മോചിതനായി അധികാരത്തിലേക്ക് വരുന്നതായി കാണാൻ സാധിക്കുന്നു. അങ്ങനെ 1929 ലാറ്റിൻ ഉടമ്പടിയോടുകൂടെ വത്തിക്കാൻ ഒരു ഔദ്യോഗിക സ്വാതന്ത്ര്യ ഭരണസിരാ കേന്ദ്രമായി, അല്ലെങ്കിൽ പോപ്പിൻ്റെ അധികാരത്തിന് കീഴിൽ നയിക്കപ്പെടുന്നതായ ഒരു കൊച്ചു രാജ്യമായി സ്വീകരിക്കുകയുണ്ടായി. മരണകരമായ മുറിവ് അത് കാലാന്തരത്തിൽ അത് ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അത് പുറത്ത് മടങ്ങി വന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദാനിയേൽ 9 490 വർഷ പ്രവചനം എന്നുകൂടെ നാം ഓർത്തിരിക്കുക. അതായത് 70 ആഴ്ചവട്ടത്തെ പ്രവചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ AD 27 സ്നാനത്തിലൂടെയുള്ള അഭിഷേകം മുതൽ ക്രൂശ് മരണം വരെയുള്ളതായ കാലഘട്ടമാകുന്നു 3.5 വർഷമെന്ന് അക്ഷരാർത്ഥത്തിൽ ചില പഠനങ്ങൾ ഉണ്ടെങ്കിലും പ്രവചനാത്മക രേഖകൾ ആ ദിവസങ്ങളെ അല്ലെങ്കിൽ വർഷങ്ങളെ നാം പഠിക്കുമ്പോൾ അതല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മൃഗം 3.5 വർഷം ഭരിച്ചു, കാലവും കാലങ്ങളും കാലാംശവുമെന്ന് 7-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പ്രതിപാദിക്കുമ്പോൾ, അല്ലെങ്കിൽ 1260 പ്രവചനീയ ദിവസമെന്ന് കൊടുത്തിരിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ട്. പിശാചിൻ്റെ പ്രധാനമായ ഏജന്റായ മൃഗം ക്രിസ്തുവിന് സദൃശ്യമായി അല്ലെങ്കിൽ എതിർ ക്രിസ്തുവായി പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു. മശിഹയുടെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കപ്പെട്ടവനായി 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകം മുഴുവനും വ്യാജമായ അനുസരണങ്ങളിലൂടെ മുൻപോട്ട് നയിക്കപ്പെട്ടുകൊണ്ട് ദൈവികതയ്ക്ക് ഘടകവിരുദ്ധമായി, ദൈവവചനങ്ങൾക്ക് വിരുദ്ധമായി, ദൈവികമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായി അന്ത്യകാല നാളുകളിൽ സാത്താൻ്റെതായ പ്രവർത്തനങ്ങൾ, എതിർ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കപ്പെടുന്നു. അത് നാം വളരെ സശ്രദ്ധം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കുന്ന ധ്യാനം, ദൈവമേ, ലോകത്തിൽ ഇന്ന് നിലവിലിരിക്കുന്നതായ ഈ വ്യാജ അനുസരണങ്ങളെക്കുറിച്ച് നീ തന്നിരിക്കുന്ന മുന്നറിയിപ്പ് ഞാൻ സ്വീകരിക്കേണ്ടതിനും അവയിൽ ജീവിക്കേണ്ടതിനും അവിടുത്തെ സത്യത്തിൽ മുൻപോട്ട് നീങ്ങപ്പെടേണ്ടതിനും ശക്തീകരിക്കണം എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത്. ആ നീതിൻ മാർഗത്തിലൂടെ നടക്കപ്പെടുവേണ്ടെന്ന് ദൈവം നിങ്ങളെ തൻ്റെ ആത്മാവിനെ ശക്തീകരിക്കട്ടെ, നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണടയ്ക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹമായ നല്ല ദിവസത്തിനായി സ്തോത്രം. ഈ അന്ത്യനാളുകളിൽ സാത്താൻ തൻ്റെ സർവശക്തിയും എടുത്ത് ലോകത്തെ വാഴുന്നതായ സുദിനം അടുത്തിരിക്കുന്നു. മുറിവേറ്റ് അധികാര ഭ്രഷ്ടനായി ജയിലിൽ അടയ്ക്കപ്പെട്ടുവെങ്കിലും വീണ്ടും
പൂർവാധികം ശക്തിയോടുകൂടെ സ്വതന്ത്രമായ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി പ്രവർത്തിച്ചുകൊണ്ട് തിന്മയുടേതായ പ്രവണതകൾ ലോകത്ത് വ്യാപിപ്പിക്കുമ്പോൾ സത്യവും നീതിയും ധർമ്മവും മനസ്സിലാക്കുവാൻ അവിടുത്തെ ആത്മാവിനാൽ അവിടുത്തെ മക്കളെ വിളിച്ച് വേർതിരിച്ചിന് കൃപയോർത്ത് സ്തോത്രം. അതിൻപടി ജീവിച്ച് അവിടുത്തെ പ്രത്യക്ഷതയിൽ കരങ്ങൾ ഉയർത്തി ഇവനെ എത്രയാണ് കാത്തിരുന്നത് എന്നുള്ളതായ പ്രാർത്ഥന ഗീതം ഉയർത്തുന്നതായ മക്കൾക്കൊപ്പമായിരിക്കുവാൻ ഞങ്ങളെ അവിടെ ചേർത്തണയ്ക്കുമാറാകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.